നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരറ്റി കൊടുങ്കാറ്റിനെ തുടർന്ന് UKയിൽ ഇന്നലെ രാത്രി വ്യാപകമായ മഞ്ഞുവീഴ്ചയും തീവ്രമായ തണുപ്പും അനുഭവപ്പെട്ടെന്ന് മെറ്റ് ഓഫീസ് അറിയിച്ചു. ഇതിനിടെ 10,000-കണക്കിന് ആളുകൾ ഇപ്പോഴും വൈദ്യുതി ബന്ധമില്ലാതെ കഴിയുകയാണ്. വരും ദിവസങ്ങളിലും പ്രതികൂല കാലാവസ്ഥ തുടരുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും യെല്ലോ അലർട്ട് ഇന്ന് ഉച്ചവരെ നിലനിൽക്കും. സ്കോട്ട്ലാൻഡിലും വടക്കൻ ഇംഗ്ലണ്ടിലും ഞായറാഴ്ചയും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺവാളിലെ പെൻസാറിന് സമീപമുള്ള ദ്വീപായ സെന്റ് മൈക്കിൾസ് മൌണ്ടിലെ ഏകദേശം 80% മരങ്ങളും കാറ്റിനെ തുടർന്ന് വീണിട്ടുണ്ട്. ഇംഗ്ലണ്ടിന്റെ സൌത്ത് വെസ്റ്റ് ഭാഗങ്ങളിൽ 34,000-ലധികം കെട്ടിടങ്ങൾ ഇപ്പോഴും വൈദ്യുതി ഇല്ലാതെ തുടരുന്നു. മിഡ്ലാൻഡ്സിലും വെയിൽസിലും ആയിരക്കണക്കിന് വീടുകൾക്ക് വൈദ്യുതി മുടങ്ങിയിട്ടുണ്ട്. വെസ്റ്റ് മിഡ്ലാൻഡ്സിൽ ഏകദേശം 2,500 കെട്ടിടങ്ങളും വെയിൽസിൽ 1,000-ലധികം കെട്ടിടങ്ങളും ഇപ്പോഴും വൈദ്യുതി തടസ്സം നേരിടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. മിഡ് കോൺവാൾസിലെ പല പ്രദേശങ്ങളിലും ഞായറാഴ്ച വരെ വൈദ്യുതി പ്രശ്നങ്ങൾ തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം പ്രശ്നം പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർ അക്ഷീണം പ്രവർത്തിക്കുന്നുണ്ടെന്നും ഏകദേശം 1,70,000 വീടുകളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നും നാഷണൽ ഗ്രിഡ് അറിയിച്ചു. എലോൺ മസ്കിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിനെതിരെ ഉയർന്ന വിവാദങ്ങൾക്കിടെ സൈറ്റിനെ വിമർശിക്കുന്നവർ സെൻസർഷിപ്പിന് എന്തെങ്കിലും ഒഴികഴിവ് തേടുകയാണെന്ന പ്രതികരണവുമായി മസ്ക് രംഗത്തെത്തി. എക്സ് പ്ലാറ്റ്ഫോമിലെ AI ചാറ്റ്ബോട്ടായ ഗ്രോക്ക് സ്ത്രീകളുടെയും കുട്ടികളുടെയും അനുമതിയില്ലാതെ ലൈംഗികവൽക്കരിച്ച ചിത്രങ്ങൾ സൃഷ്ടിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെയാണ് വിവാദം ശക്തമായത്. ഇതിനെ തുടർന്ന് ബ്രിട്ടന്റെ മാധ്യമ നിയന്ത്രണ ഏജൻസിയായ ഓഫ്കോം എക്സിനെതിരെ അടിയന്തര വിലയിരുത്തൽ ആരംഭിച്ചതായി അറിയിച്ചു. ഈ നടപടിക്ക് സാങ്കേതിക വിദ്യാ സെക്രട്ടറി ലീസ് കെൻഡൽ പിന്തുണ അറിയിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ചിത്രങ്ങൾ ലൈംഗികമായി കൈകാര്യം ചെയ്യുന്നത് വികൃതവും അത്യന്തം നിന്ദ്യവുമാണെന്ന് അവർ പ്രതികരിച്ചു. വിവാദങ്ങൾക്കിടയിൽ ഇനി മുതൽ പണമടയ്ക്കുന്ന ഉപഭോക്താക്കൾക്ക് മാത്രമേ AI നിർമ്മിത ചിത്രങ്ങൾ ഗ്രോക്ക് അനുവദിക്കുള്ളൂവെന്ന് എക്സ് ഇന്നലെ അറിയിച്ചിരുന്നു. എന്നാൽ ഈ നീക്കം ലൈംഗിക പീഡനത്തിനിരയായവരെ അപമാനിക്കുന്നതാണെന്ന് ഡൌണിംഗ് സ്ട്രീറ്റ് വിമർശിച്ചു. സായുധ സേനയെ യുദ്ധസജ്ജമാക്കുവാനുള്ള പദ്ധതികൾക്ക് ഇതുവരെ അനുവദിച്ചതിനേക്കാൾ കോടിക്കണക്കിന് പൌണ്ട് കൂടുതൽ ആവശ്യമായി വരുമെന്ന റിപ്പോർട്ടുകൾ നിഷേധിക്കുവാൻ സർക്കാർ സമ്മതിച്ചു. ദി ടൈംസും ദി സണ്ണും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അടുത്ത 4 വർഷത്തിനുള്ളിൽ പ്രതീക്ഷിക്കുന്ന ചെലവുകൾ നിറവേറ്റുവാൻ 28 ബില്യൺ പൌണ്ട് അധികമായി ആവശ്യമായിരിക്കുന്നുവെന്ന് പ്രതിരോധ മന്ത്രാലയം വിലയിരുത്തിയിട്ടുണ്ട്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിക്ഷേപ പദ്ധതി നിലവിൽ വൈകുകയാണ്. കഴിഞ്ഞ വർഷം പൂർത്തിയാകേണ്ടിയിരുന്ന പദ്ധതി ഇപ്പോൾ സ്പ്രിംഗ് സീസൺ വരെ നീളുവാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചന. വകുപ്പിന്റെ നിക്ഷേപ പദ്ധതി വൈകിയതിനാൽ നിർദ്ദേശങ്ങൾ മാറ്റിയെഴുതുവാൻ കെയർ സ്റ്റാമർ ഉത്തരവിട്ടതായി റിപ്പോർട്ടുമുണ്ട്. അടുത്ത 10 വർഷത്തിനുള്ളിൽ പുതിയ സൈനിക ഉപകരണങ്ങളും പ്രതിരോധ അടിസ്ഥാന സൌകര്യങ്ങളും എങ്ങനെ ധനസഹായം ലഭ്യമാക്കുന്നത് വ്യക്തമാക്കുന്ന രേഖയാണ് ഈ നിക്ഷേപ പദ്ധതി. കഴിഞ്ഞ ജൂണിൽ പ്രസിദ്ധീകരിച്ച ബ്രിട്ടന്റെ സൈനിക ശേഷികളെക്കുറിച്ചുള്ള വിപുലമായ അവലോകനത്തിന്റെ തുടർച്ചയാണ് ഇത് തയ്യാറാക്കുക. സാറാ സുൽത്താനയുടെ യുവർ പാർട്ടി മെമ്പർഷിപ്പ് പോർട്ടൽ ഗുരുതര ക്രിമിനൽ നടപടി ഉണ്ടായേക്കാമെന്ന് ICU. പോലീസ് അന്വേഷണത്തിനും ശുപാർശ. യുവർ പാർട്ടി എന്ന സംഘടന അനുമതിയില്ലാതെ മെമ്പർഷിപ്പ് പോർട്ടൽ ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട സാറാ സുൽത്താനയുടെ നടപടി ഗുരുതരമായ ക്രിമിനൽ പ്രവർത്തനമായിരിക്കാമെന്നും ഇത് പോലീസിന് കൈമാറണമെന്നുമാണ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫീസ് അറിയിക്കുന്നത്. ജെർമി കോർബിന്റെ പീസ് ആൻഡ് ജസ്റ്റിസ് പ്രൊജക്ടാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഡാറ്റ ചോർച്ച സാധ്യത ചൂണ്ടിക്കാട്ടി യുവർ പാർട്ടിയെ ICOയ്ക്ക് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ വിഷയം ഇപ്പോൾ ICOയുടെ നേരിട്ടുള്ള അധികാര പരിധിയിൽ പെടുന്നില്ലെന്ന് വിലയിരുത്തിയതോടെ കൂടുതൽ നിയമ നടപടികൾ പരിഗണിക്കണമെന്ന് PJPക്ക് ICO നിർദ്ദേശം നൽകി. കഴിഞ്ഞ സെപ്റ്റംബറിൽ യുവർ പാർട്ടിയുടെ 8 ലക്ഷം പേരടങ്ങുന്ന മെയിലിംഗ് ലിസ്റ്റിലേക്ക് അയച്ച ഒരു ഇമെയിൽ വഴിയാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. 55 പൌണ്ട് ഫീസ് നൽകി പണമടച്ച് അംഗത്വം എടുക്കുവാൻ ആഹ്വാനം ചെയ്തായിരുന്നു സന്ദേശം. പിന്നാലെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ സാറാ സുൽത്താന പുതിയ മെമ്പർഷിപ്പ് പോർട്ടൽ പ്രഖ്യാപിക്കുകയും ഇത് സുരക്ഷിതത്വവും വിശ്വാസയോഗ്യവുമാണെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെങ്കിലും വീണ്ടും ശ്രമിക്കണമെന്ന് അനുയായികളോട് അവർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അതേ ദിവസം തന്നെ ജെർമി കോർബിൻ അനുമതിയില്ലാത്ത വെബ്സൈറ്റാണെന്ന് വ്യക്തമാക്കി അടിയന്തര സന്ദേശം പുറപ്പെടുവിക്കുകയാണ് ചെയ്തത്. സൈറ്റിനെ അവഗണിക്കണമെന്നും നിയമോപദേശം തേടുകയാണെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. ഇതോടെയാണ് കോർബിനും സുൽത്താനയും തമ്മിൽ വ്യക്തമായ ഭിന്നത രൂപപ്പെട്ടത്. ആന്റി സെമിറ്റിക് പരാമർശങ്ങളും ഹമാസ് അനുകൂല നിലപാടുകളും ആരോപിച്ചുയർന്ന അച്ചടക്ക ലംഘന പരാതിയിൽ നിന്ന് ഗ്ലാസ്ഗോ സർവകലാശാലയുടെ ഡയറക്ടർ
ഡോക്ടർ ഖസാൻ അബു സിദ്ദിയെ മെഡിക്കൽ നിയന്ത്രണ സമിതി കുറ്റവിമുക്തനാക്കി. പ്ലാസ്റ്റിക് സർജറി വിദഗ്ധനും പ്രമുഖ പലസ്തീൻ ആക്ടിവിസ്റ്റുമായ ഡോക്ടർ അബു സിദ്ദിഖെതിരെ ജനറൽ മെഡിക്കൽ കൌൺസിൽ സമർപ്പിച്ച അച്ചടക്ക ലംഘന കേസ് വെള്ളിയാഴ്ച മാഞ്ചസ്റ്ററിലെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ട്രിബ്യൂണൽ സർവീസ് തള്ളിക്കളഞ്ഞു. ലബനീസ് പത്രത്തിൽ ഡോക്ടർ അബു സിദ്ദ എഴുതിയ ലേഖനവും എക്സ് പ്ലാറ്റ്ഫോമിലെ 2 പോസ്റ്ററുകളും ആധാരമാക്കിയായിരുന്നു കേസ്. ട്രിബ്യൂണൽ ചെയർമാൻ ഇയാൻ കോംഫോർട്ട് പറഞ്ഞത് ലേഖനത്തിലെ ചില വാചകങ്ങൾ മാത്രം വേർതിരിച്ചെടുത്തല്ല, മുഴുവൻ ലേഖനവും പരിഗണിച്ചാണ് വിധി വിലയിരുത്തിയത് എന്നാണ്. എക്സിലെ പോസ്റ്റ് ചെയ്തതിന്റെ കൃത്യമായ തീയതി തെളിവായി ലഭിച്ചില്ലെന്നും ട്രിബ്യൂണൽ കൂട്ടിച്ചേർത്തു. UK ലോയേഴ്സ് ഫോർ ഇസ്രായേൽ സംഘടന തന്നെ ജീവിതം നശിപ്പിക്കുവാൻ ശ്രമിക്കുകയാണെന്നും യുദ്ധത്തിന്റെയും രാഷ്ട്രീയ അക്രമത്തിന്റെയും ഇരകളെ ചികിത്സിച്ചുകൊണ്ടാണ് തന്റെ മുഴുവൻ മെഡിക്കൽ ജീവിതവും, അതിനാൽ അക്രമം പ്രോത്സാഹിപ്പിച്ചുവെന്ന ആരോപണം തന്നെ അതീവമായി ഞെട്ടിച്ചുവെന്നും പൌരന്മാർക്കെതിരായ അക്രമത്തെ താൻ ഒരിക്കലും പിന്തുണച്ചിട്ടില്ലെന്നും പരാതി പലസ്തീനെ പിന്തുണച്ച് സംസാരിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുവാനും നിശബ്ദരാക്കാനും ലക്ഷ്യമിടുന്ന നിയമയുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണെന്നും വിധിക്ക് ശേഷം അബു സിദ്ദ പ്രതികരിച്ചു. വനിതാ പ്രീമിയർ ലീഗിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വിജയത്തുടക്കം. ആവേശ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെ 3 വിക്കറ്റിന് വീഴ്ത്തിയാണ് സ്മൃതി മന്ദാനയും സംഘവും വരവറിയിച്ചത്. മുംബൈ ഇന്ത്യൻസ് ഉയർത്തിയ 155 റൺസ് വിജയ ലക്ഷ്യം അവസാന പന്തിൽ 7 വിക്കറ്റ് നഷ്ടപ്പെടുത്തിയാണ് റോയൽ ചാലഞ്ചേഴ്സ് മറികടന്നത്. ഇന്നിംഗ്സിലെ അവസാന പന്തിൽ ബൌണ്ടറി അടിച്ച് നദീൻ ഡിക്ലർക്കാണ് ചാലഞ്ചേഴ്സിന്റെ വിജയ റൺ കുറിച്ചത്. ടീമിലെ ഇംഗ്ലണ്ട് പേസർ ലോറൻ ബെലൻഡറെ ബൌളിംഗ് പ്രകടനമാണ് മുംബൈയെ ചെറിയ സ്കോറിൽ ഒതുക്കുവാൻ സഹായിച്ചത്. 4 ഓവറിൽ വെറും 14 റൺസ് വിട്ടു നൽകി 1 വിക്കറ്റ് നേടുവാൻ വെല്ലിനായി. യുകെയിലെ പ്രമുഖ മലയാളി സംഘടനകളിലൊന്നായ ലെയ്സ്റ്റർ കേരള കമ്മ്യൂണിറ്റി ഐക്യത്തിന്റെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും 20 വർഷങ്ങൾ പിന്നിടുകയാണ്. സംഘടനയുടെ 20ാം വാർഷികാഘോഷവും ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 2020 ഇന്ന് ലെയ്സ്റ്ററിലെ മഹർ സെന്ററിൽ നടക്കും. മലയാള സിനിമയിലെ നിത്യഹരിത നായകൻ ശങ്കർ ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. യുക്മ പ്രസിഡന്റ് എബി സെബാസ്റ്റ്യൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരിക്കും. ഉച്ചയ്ക്ക് 12-ന് ആരംഭിക്കുന്ന നക്ഷത്രഗീതം 26 എന്ന മെഗാ ഓപ്പണിംഗ് ഷോയിൽ മലയാളത്തിലെ പ്രിയ കലാകാരന്മാർ അണിനിരക്കും. പ്രശസ്ത താരം അനു ജോസഫ്, മാന്ത്രിക വിസ്മയങ്ങൾ തീർക്കുന്ന മെന്റലിസ്റ്റ് വിൽസൺ ചമ്പക്കുളം, പിന്നണി ഗായകനും ഗിറ്റാറിസ്റ്റുമായ ഷിനോ പോൾ എന്നിവർ ചേർന്ന് വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കും. തുടർന്ന് കമ്മ്യൂണിറ്റി അംഗങ്ങൾ അണിനിരക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും. ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടുവാൻ പ്രശസ്ത പിന്നണി ഗായിക രഞ്ജിനി ജോസും ബാൻഡും അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് ഷോയാണ് സംഗമത്തിന്റെ പ്രധാന ആകർഷണം. കൂട്ടത്തിൽ ഐഡിയ സ്റ്റാർ സിംഗർ ഫെയും ശ്രീനാഥും ഒത്തുചേരുന്നതോടെ ഈ ലൈവ് ഷോ ലെയ്സ്റ്ററിലെ മലയാളികൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ഒരു ദൃശ്യശ്രാവ്യ വിരുന്നായിരിക്കും. 20ാം വർഷത്തിൽ LKC ഹൃദയം ചേർത്തുപിടിക്കാം കരുതലിലൂടെ എന്ന പദ്ധതിയിലൂടെ മുതിർന്ന പൌരന്മാർക്കും ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും പ്രത്യേക കരുതൽ നൽകുവാൻ സംഘടന തീരുമാനിച്ചു. 12 മണിക്ക് ഓപ്പണിംഗ് ഷോ ആരംഭിക്കുമെന്നതിനാൽ എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണമെന്ന് സംഘാടകർ അറിയിച്ചു. ഇമെയിൽ വഴി ലഭിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്താണ് പ്രവേശനം. ഈ ആഘോഷം വിജയിപ്പിക്കുന്നതിനായി പ്രസിഡന്റ് അജീഷ് കൃഷ്ണൻ, സെക്രട്ടറി സ്മൃതി രാജീവ്, പ്രോഗ്രാം കൺവീനർ രമേശ് ബാബു എന്നിവരടങ്ങുന്ന പ്രോഗ്രാം ഓർഗനൈസിംഗ് കമ്മിറ്റി എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠൻ രാജീവരുടെ വീട്ടിൽ ഇന്ന് SIT പരിശോധന നടത്തും. ദക്ഷിണ വേറെ പടിത്തരം വേറെ എന്ന SIT ചൂണ്ടിക്കാട്ടി പടിത്തരം പ്രതിഫലം തന്നെയാണെന്നും തന്ത്രി ബോർഡിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്ന ആളെന്നുമാണ് കണ്ടെത്തൽ. ശമ്പളം കൈപ്പറ്റുന്നത് കൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന്റെ സ്വത്ത് സംരക്ഷിക്കുവാൻ തന്ത്രി ബാധ്യസ്ഥനാണ് എന്നാണ് SITയുടെ കണ്ടെത്തൽ. കേരള കോൺഗ്രസ് എമ്മിന്റെ അടിയന്തര പാർലമെന്ററി കാര്യ യോഗം വിളിച്ച് കേരള കോൺഗ്രസ് എം ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് യോഗം ചേരും. 16-ന് അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗവും ചേരും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. മുന്നണി മാറ്റം ചർച്ച ചെയ്യുമെന്നും സൂചനയുണ്ട്. ഒരു വിഭാഗം നേതാക്കൾ മുന്നണി വിടുമെന്ന ആവശ്യം ഉന്നയിച്ചതായാണ് വിവരം. സഭയിൽ നിന്ന് മുന്നണി മാറ്റത്തിന് കടുത്ത സമ്മർദ്ദമുള്ളതായും റിപ്പോർട്ടുകളുണ്ട്. അയോധ്യ ക്ഷേത്ര പരിസരത്തും പാൻറ്റ്കോസിൽ പരിക്രമയാത്ര കടന്നുപോകുന്ന വഴിയിലും മാംസാഹാരങ്ങൾ നിരോധിച്ച ഉത്തർപ്രദേശ് സർക്കാർ. പ്രദേശത്തെ മതപരവും സാംസ്കാരികവുമായ ശുദ്ധി ലക്ഷ്യമിട്ടാണ് നടപടിയെന്നാണ് അവകാശവാദം. കടകൾക്കും ഹോട്ടലുകൾക്കും പുറമെ സൊമാറ്റോ, സ്വിഗ്ഗി ഉൾപ്പെടെയുള്ള ഓൺലൈൻ ഭക്ഷണ വിതരണ ആപ്പ് വഴിയും പ്രദേശത്ത് മാംസാഹാരങ്ങൾ വിൽക്കുന്നതും വിതരണം ചെയ്യുന്നതും അധികൃതർ വിലക്കി.
പശ്ചിമബംഗാളിൽ ഇ ഡി മമത പോര് കടക്കുന്നു. ഇഡിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ബംഗാൾ പോലീസ്. മമതാ ബാനർജിയുടെ പരാതിയിലാണ് കേസ്. CAPF-നെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇ ഡി റെയ്ഡിനെതിരെ തൃണമൂൽ കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. ദില്ലിയിൽ ആഭ്യന്തര മന്ത്രാലയം പ്രവർത്തിക്കുന്ന കർത്തവ്യ ഭവന് മുന്നിൽ ഇന്നലെ എംപിമാർ പ്രതിഷേധിച്ചു. എംപിമാരെ ബലം പ്രയോഗിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കിയത് നാടകീയ രംഗങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കൽക്കത്തയിൽ മമതാ ബാനർജി കാൽനട ജാഥ നടത്തി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.